ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ പറ്റിയാണ്. ഒരുപാട് പേർ ചോദിക്കുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള എല്ലാവർക്കും പാൻക്രിയാറ്റിക് ക്യാൻസർ വരുമോ എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിനും എങ്ങനെയൊക്കെ നമുക്കതിനെ പ്രതിരോധിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്? നമ്മുടെ ആമാശയത്തിന്റെ അടിഭാഗത്ത് പുറകിലായിരിക്കുന്ന നമ്മുടെ പാൻക്രിയാസ്, ഇത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ദഹനത്തിന്റെ എൻസൈമുകളും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഷുഗർ, അതിൻ്റെ മെറ്റബോളിസത്തിന്റെ ഹോർമോണുകളും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിലെ കോശങ്ങളുടെ അസാധാരണമായ വളർച്ചയാണ് ഈ ഒരു പാൻക്രിയാറ്റിക് ക്യാൻസർ കൊണ്ടുവരുന്നത്. അത് ആ ഒരു പ്രശ്നം ക്യാൻസർ സെൽസിലേക്ക് വരികയും ക്യാൻസർ സെൽസ് ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ തീവ്രത കൂടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഓവറോൾ ആയിട്ട് നമ്മുടെ ഒരു ക്യാൻസർ എടുത്തു നോക്കിയാൽ ഒരുപാട് ക്യാൻസറുകളുണ്ട്, ഇല്ലേ? അറിയാം. അതിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ 3% വരുന്നുള്ളൂ എങ്കിലും ഈ 3%-ലെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അതെന്തായിരിക്കാം കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പാൻക്രിയാറ്റിക് ക്യാൻസർ വളരെ നിശബ്ദമാണ്. അതിൻ്റെ സിംറ്റംസ് നമുക്ക് അതായത് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. ഒരുപാട് കഴിഞ്ഞ് അതിൻ്റെ തീവ്രത കൂടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതൊന്നും മനസ്സിലാക്കാം, ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ സഡൻ ആയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടത് ഏത് സമയത്താണെന്ന് കൂടി നോക്കാം. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രമാതീതമായി നമ്മുടെ വെയിറ്റ് കുറഞ്ഞു പോകുന്നു. അത് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ വയറിലെ വേദന അല്ലെങ്കിൽ നടുഭാഗത്തെ വേദന. അതിന്റെ പ്രധാന കാരണം ഈ പാൻക്രിയാറ്റൈറ്റിസ് എന്നാണ്. അതായത് പാൻക്രിയാസിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്, അതിലൊരു ഇൻഫ്ലമേഷൻ അതായത് ഒരു വീക്കം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വേദന നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ വയറിന്റെ അടിഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു നടുഭാഗത്തായിരിക്കാം, ബാക്കിലെ ഇത് ഇരിക്കുന്നതിന്റെ ബാക്ക് ഭാഗത്ത്, അതായത് നടുവേദന പോലെയായിരിക്കും മനുഷ്യർക്ക് അത് ഫീൽ ചെയ്യുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുക, അത് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതിനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കേസുകളും ഇതായി മാറുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. കാരണം ഷുഗർ ഉള്ളവർക്ക് എല്ലാവർക്കും പാൻക്രിയാറ്റിക് ക്യാൻസർ വരണമെന്നില്ല. അതിന് ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങളിൽ വയറുവേദന, നടുവേദന അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് കുറയുക, വിശപ്പില്ലായ്മ, ഓക്കാനം വരിക, എന്ത് കഴിക്കുമ്പോഴും ഓക്കാനിക്കാനുള്ള ഒരു നോസിയ, അതായത് ഛർദ്ദിക്കാൻ വരുന്ന ഒരു തോന്നൽ ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞപ്പ്, ശരീരത്തിലാകമാനം മഞ്ഞപ്പ്, കണ്ണിൽ മഞ്ഞപ്പ്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ മഞ്ഞ കളറ്, അതായത് ഒരു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. വയറ്റിൽ നിന്ന് പോകുന്നത് വളരെ വിളറി പെയിൽ കളറിൽ, പിന്നെ അതേപോലെ വളരെ സ്റ്റിക്കിയായി ഒട്ടിക്കിടക്കുന്ന പോലത്തെ, പൊങ്ങിക്കിടക്കുന്ന പോലത്തെ മലം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും വയറുവേദനയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് കഴിച്ചാലും വരുന്നുണ്ടെങ്കിൽ ഈ പാൻക്രിയാസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ പലതും ആവാം, ഇതിൽ ഒരുപാട് റൂൾ ഔട്ട് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു പാൻക്രിയാസിന്റെ കണ്ടീഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് കാണുക. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകളിലാണെങ്കിലും ക്രമാതീതമായി പതുക്കെ ക്രമമായിട്ടാണ് ഇത് മാറുന്നതെങ്കിൽ, അതായത് ആദ്യം കുറച്ച് ചെറിയൊരു ഡയബറ്റീസ് കാണിച്ചു, ഒരു ബോർഡറിൽ, പിന്നെ കുറച്ച് കൂടുക, അത്രയും പ്രശ്നമുള്ളതല്ല. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് മരുന്നെടുത്താൽ അത് കറക്റ്റായി വരാം. എന്നാൽ ഈ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പെട്ടെന്ന് കൂടുന്നു, പെട്ടെന്ന് കുറയുന്നു, ഇങ്ങനെ പറയുന്ന കേസസിൽ നിർബന്ധമായും നമ്മൾ പാൻക്രിയാറ്റിക് ക്യാൻസർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെയായിരിക്കാം ഇത് വരാനുള്ള? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആകാൻ ഉള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഉള്ളത് ഈ ജനിതക കാരിയേഴ്സ്, അതായത് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പനപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്, അത് പാരൻസിലും കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ നമുക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതേപോലെ ജീവിതശൈലി പ്രശ്നങ്ങൾ, അതായത് എക്സർസൈസ് ഇല്ലായ്മ, മദ്യപാനം, പുകവലി, പിന്നെ അതേപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഭക്ഷണത്തിൽ ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ റെഡ് മീറ്റ്, പോർക്ക്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ, മീറ്റ്, ബീഫ്, അങ്ങനത്തെയൊക്കെയുള്ള റെഡ് മീറ്റുകൾ എല്ലാം കഴിക്കുന്നു.
ഈ ഒരു കാര്യവും അതിൻ്റെ കൂടെ തന്നെ ഒട്ടും എക്സസൈസ് ഇല്ല, ഭയങ്കര സ്ട്രെസ്സാണ്, ടെൻഷനാണ്, ആവശ്യത്തിന് വെള്ളം ജലാംശം നമ്മുടെ ശരീരത്തിൽ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഇത് ഒരു തിരിഞ്ഞ് വരാനുള്ള സാധ്യത. പിന്നെ അടിക്കടി വരുന്ന പാൻക്രിയാസിന്റെ ഇൻഫ്ലമേഷൻ, പാൻക്രിയാറ്റൈറ്റിസ്, അതും ഒരു കാരണം തന്നെയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് എന്താണ്? പ്രധാനമായിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹെറിഡിറ്ററി ടെൻഡൻസി ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായും ആദ്യം മുതലേ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വരാതിരിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ജീവിതശൈലിയിൽ പഞ്ചസാരയുടെ അളവ്, ജങ്ക് ഫുഡിന്റെ അളവ്, റെഡ് മീറ്റ് ഇതെല്ലാം കുറച്ച് നല്ല ഭക്ഷണങ്ങൾ, ധാന്യങ്ങൾ, മുഴുധാന്യങ്ങൾ, അതേപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, മീന്, മുട്ട എന്നിവയൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വന്നവര് ഒരുപാട് പേരുണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവര്. അപ്പൊ അവര് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, പ്രഷറും ഷുഗറും ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും. അത് ശരിയാണ്. ഇപ്പോഴത്തെ ഒരു ജീവിത എന്താ പറയാ, നമ്മുടെ ഒരു ഭക്ഷണ സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഷുഗർ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമുക്ക് രാവിലെ കഴിച്ചിട്ട് ഉച്ച വരെ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും പോലും അപ്പറ്റൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴേക്കും കൈ വിറയ്ക്കുന്നു, ക്ഷീണം വരുന്നു, തല കറങ്ങുന്നു എന്നൊക്കെയാണ് കാരണമെങ്കിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ ഭക്ഷണങ്ങളാണ്, ചോറ് അങ്ങനത്തെ സാധനങ്ങളാണ് നിങ്ങൾ കൂടുതൽ എടുക്കുന്നത്. അത് അപ്പോൾ ഉള്ള എനർജി മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. കുറച്ച് കാലത്തേക്ക്, അതായത് കുറച്ച് സമയം നിൽക്കാൻ അതിന് കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ അതിനനുസരിച്ചുള്ള പ്രോട്ടീനുകളും ഫാറ്റുകളും, അതായത് മീന്, മുട്ട അങ്ങനത്തെ, അതേപോലെ ഫാറ്റുള്ള എല്ലാ സാധനങ്ങളും അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഈ ഡയറക്റ്റ് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ജങ്ക് ഫുഡിലൊക്കെ ഡയറക്റ്റ് ഷുഗർ ആണ്, അപ്പോൾ ഉപയോഗിക്കുന്ന ഷുഗർ ആണ് അത്. ആ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അതിന് പകരം ഈ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരാണെങ്കിലും അവർക്ക് രാവിലെ കഴിച്ചിട്ട് ഉച്ചവരെ നല്ല ഈസി ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കാണും. ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ പോകുന്നു എങ്കിൽ ആ ഷുഗർ കൂടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആ ഡയബറ്റീസിന്റെ ഒരവസ്ഥ കൂടിയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഉണ്ടാക്കാനും അതേപോലെ തിരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലോട്ട് മാറാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇനി എല്ലാ മെറ്റബോളിസവും പാൻക്രിയാസിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള റെസ്റ്റ്, കുറച്ചു നേരം ഇടവിട്ട് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾ ശീലിക്കുക. പ്രത്യേകിച്ച് രാത്രിയിലുള്ള ഭക്ഷണം കുറച്ച് ഇടവിട്ട് കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു രാത്രി കുറച്ച് നേരത്തെ കഴിച്ചിട്ട് രാവിലെ കഴിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരുവാണെങ്കിലും ക്ഷീണം അനുഭവപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ബെറ്റർ സോണിലാണ്. അപ്പൊ അതുപോലത്തെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇടവിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിലെ മാറ്റങ്ങൾ വരുത്തുക, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, എക്സർസൈസ് ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യുക, ആവശ്യത്തിനുള്ള ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, വെള്ളം ധാരാളം കുടിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി, മഞ്ഞൾ, ഇഞ്ചി, ഗ്രീൻ ടീ ഇതൊക്കെ ആന്റി ഓക്സിഡന്റുകളാണ്. ആന്റി ഓക്സിഡന്റുകളും അതേപോലെ പ്രോബയോട്ടിക്കുകളും ഒക്കെ ഭക്ഷണത്തിൽ, തൈര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എനർജി ഉണ്ടാവുകയും നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് പിന്നെ അത് കൂടാതെ ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ ശരീരത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെ? പിന്നെ എല്ലാവരും പറയുന്നതാണ് എനിക്ക് പ്രതിരോധിക്കണം എന്ന ആഗ്രഹമുണ്ട്, എൻ്റെ പാരൻസിന് ഇത് ഉണ്ട്, അപ്പൊ അത് എനിക്ക് വരരുത്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ക്യാൻസർ എനിക്ക് വരരുത്. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ ഇത് എൻ്റെ ഫാദറിന് നേരത്തെ തുടങ്ങിയതാണ് ഷുഗർ, അപ്പൊ ഷുഗർ എനിക്ക് വരാതിരിക്കണം ഡോക്ടറെ എന്നൊക്കെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് ഒന്നും അതായത് എന്താ പറയുന്നത്, നമുക്ക് അതിന് ആദ്യം വേണ്ടത് എന്താണ്? പ്രതിരോധിക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. നമുക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ള പ്രിക്കോഷൻസ്, മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ജീവിതശൈലിയിൽ, ഭക്ഷണക്രമത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എടുക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. അപ്പൊ ഈ ഒരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്